ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർന്നെടുക്കുവാനായിട്ട് കഴിയത്തില്ല. ഇത് യേശു പറഞ്ഞ വാക്കുകളാണ്. ഈ വാക്കുകൾ മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന വാക്കുകളാണ്. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, കുരുടനും അതുപോലെ തന്നെ ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ യേശു സൗഖ്യം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഭൂതങ്ങളുടെ തലവനായ ബേത്സബൂലിനെ കൊണ്ട് യേശു ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പറഞ്ഞവരോട് പറഞ്ഞതാണ്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർന്നെടുക്കുവാനായിട്ട് കഴിയത്തില്ല. രണ്ടാമത്തെ ഒരു വാക്യം നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് യേശു പറഞ്ഞ മറ്റൊരു വാക്കുകളാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ദൈവസഭ പണിയപ്പെടുന്നു, ജയിക്കാനാകാതെ പാതാള ഗോപുരങ്ങൾ നിൽക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഒരു വാക്യത്തിൽ തന്നെ കാണുന്ന രണ്ട് കാര്യങ്ങളാണ്. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആത്മീക യുദ്ധക്കളം അല്ലെങ്കിൽ പോർക്കളം എന്നുള്ള ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വ്യക്തിയുടെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ദൈവശബ്ദം കേൾക്കണമെന്നും പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ആ വ്യക്തി നയിക്കപ്പെടണം എന്നുള്ള കാര്യങ്ങൾ നാം ചിന്തിച്ചല്ലോ. അതിനോട് ചേർന്ന് തന്നെ ആത്മീക ജീവിതത്തിന് നാം ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ആത്മീക ജീവിത വിജയത്തിന് നാം മനസ്സിലാക്കുക, നാം ഒരു യുദ്ധക്കളത്തിലാണ്. ഈ പോർക്കളത്തിൽ, ഈ യുദ്ധക്കളത്തിൽ എങ്ങനെ യുദ്ധം ചെയ്യണമെന്നും എങ്ങനെ പോരാടണമെന്നും എങ്ങനെ ജയാളികളായി തീരണമെന്നും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ച് മനസ്സിലാക്കി നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ജീവിതം, നമ്മുടെ കാഴ്ചപ്പാടുകൾ ആ ഒരു രീതിയിലേക്ക് മാറ്റിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ വ്യത്യാസമുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പേര് പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഉപവസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ ഞാൻ ഉപവസിക്കാൻ എപ്പോൾ തീരുമാനമെടുക്കുന്നു അന്നേരം ഒരിക്കലും ഇല്ലാത്ത രോഗങ്ങൾ, ക്ഷീണങ്ങൾ, പ്രയാസങ്ങൾ എനിക്കുണ്ടാകുന്നു. ചിലർ പറയുന്നത് എനിക്ക് പ്രാർത്ഥിച്ച് മുന്നേറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ എനിക്ക് പ്രാർത്ഥിച്ച് മുന്നേറാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ മനസ്സിലാക്കുക, ആത്മീക യുദ്ധക്കളവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചേർത്ത് മനസ്സിലാക്കിയാൽ നമ്മുടെ ഒട്ടുമിക്ക സംശയങ്ങൾക്കും മറുപടി ഉണ്ടാകും. അതുകൊണ്ട് വേദപുസ്തകത്തിൽ നിന്ന് ഓരോ വ്യക്തിയും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന എന്താണ് ആത്മീക യുദ്ധക്കളം, വിശുദ്ധ വേദപുസ്തകം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു, വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് നൽകിയിരിക്കുന്ന വിവരണങ്ങൾ എന്തൊക്കെയാണ്, യേശു കർത്താവ് അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു, അപ്പോസ്തലന്മാർ എന്ത് പറഞ്ഞു, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് പോരാട്ടമുണ്ടോ, യുദ്ധമുണ്ടോ എന്നിത്യാദി കാര്യങ്ങൾ നാം ചിന്തിക്കുകയും നാം മുൻപോട്ട് പോവുകയും ചെയ്യും. ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ കുറച്ച് വർഷങ്ങളായി, 10-18 വർഷത്തോളമായി കർത്താവിൻ്റെ വേലയിൽ ശുശ്രൂഷയിൽ ആയിരുന്നതുകൊണ്ട് വ്യക്തിപരമായി ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് ചേർത്ത് പറയാം. അത് പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകുകയും ഗ്രഹിക്കുകയും ചെയ്യും. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഓരോ ക്രിസ്തു ശിഷ്യനും ഓരോ ദൈവവൈതലും ഒരു വലിയ ബാറ്റിൽ ഫീൽഡിലാണ്, അല്ലെങ്കിൽ ഒരു പടക്കളത്തിലാണ്. വേദപുസ്തകത്തിലെ ചില വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ പോരാടുക, യുദ്ധം ചെയ്യുക, എതിർത്ത് നിൽക്കുക, ഈ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മുൻനിര ശുശ്രൂഷകന്മാർ മാത്രമല്ല, ഓരോ വ്യക്തിയും ഓരോ വിശ്വാസിയും ഒരു പടക്കളത്തിലാണ്. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിനോട് പറഞ്ഞത് നല്ല ഭടനായി തീരുക എന്നുള്ളതാണ്. ഭടൻ എന്ന് പറയുന്ന വാക്ക് തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സൈന്യവുമായി ബന്ധപ്പെട്ട പദമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, നാം എല്ലാവരും ഓരോ പടയാളികളാണെന്നും നമുക്ക് ഒരു പ്രതിയോഗിയുണ്ട്, ആ പ്രതിയോഗി പിശാചാണെന്നും അവന് വളരെ സുശക്തമായ ഒരു സാമ്രാജ്യമുണ്ടെന്നും ആ സാമ്രാജ്യവും ദൈവരാജ്യവും തമ്മിൽ എല്ലായ്പ്പോഴും ഒരു വലിയ എതിർപ്പിലാണെന്നും നമുക്കും അതുകൊണ്ട് ആയുധ സജ്ജീകരണങ്ങൾ ആവശ്യമാണെന്നും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും ആഴങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അനുഭവങ്ങളിലേക്ക് നാം പോയെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ അകത്ത് ജയാളികളായി തീരുവാനായിട്ട് കഴിയത്തുള്ളൂ എന്നും നാം മനസ്സിലാക്കുക. അതിനാണ് ഈ സന്ദേശം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വേദപുസ്തകം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? യേശു പറഞ്ഞ വാക്കുകളിലേക്ക് വരുമ്പോൾ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല.
ദൈവസഭ പണിയപ്പെടുന്ന സഭയാണ്. പക്ഷേ ഒരൊറ്റ വാക്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ഞാൻ എൻ്റെ സഭയെ പണിയും. രണ്ട്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പാതാള ഗോപുരങ്ങൾ എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് ഹെയ്ഡ് എന്ന് പറയുന്നതാണ്. ഹെയ്ഡ്സ്, HADES, ഹെയ്ഡ്സ്. ഹെയ്ഡ്സ് എന്ന് പറയുന്ന പദത്തിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, മൂലഭാഷയിൽ അതിൻ്റെ ഒരർത്ഥം എന്ന് പറയുന്നത് പട്ടണവാതിൽ എന്നുള്ളതാണ്. പട്ടണവാതിൽ. പാതാള ഗോപുരം എന്നുള്ളതിന് പട്ടണവാതിൽ എന്ന് പറയുന്ന ഒരർത്ഥം കൂടെയുണ്ട്. പട്ടണവാതിൽ എന്ന് പറയുന്നത് പഴയ നിയമകാലങ്ങളിൽ പട്ടണത്തിന്റെ വാതിലുകളിൽ ഇരുന്നായിരുന്നു മൂപ്പന്മാരും ന്യായാധിപന്മാരും വിധി പ്രസ്താവനകൾ നടത്തിയിരുന്നത്. അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കുക, സാത്താന്റെ മേധാവിത്വവും അവന്റെ തന്ത്രങ്ങളും ദൈവസഭയ്ക്കെതിരെ, ദൈവമക്കൾക്ക് നേരെ എല്ലായ്പ്പോഴും ഉണ്ട്. എന്നാൽ അതിനൊരിക്കലും ജയിക്കുവാനായിട്ട് കഴിയത്തില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. നോക്കുക, ദൈവസഭ പണിയപ്പെടുമ്പോൾ തന്നെ പാതാള ഗോപുരങ്ങൾ എതിരായി നിൽക്കുന്നു. രണ്ടും ഒരൊറ്റ വാക്യത്തിൽ യേശു പറഞ്ഞ വാക്കുകളാണ്. രണ്ടാമത്തേത് നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക്, ആദ്യത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അരികിൽ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുമ്പോൾ, പരിശുദ്ധാത്മ ശക്തി നമ്മളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചിരുന്നല്ലോ. അതിനോടനുബന്ധമായി ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ ഭൂതഗ്രസ്തൻ, അതേ കുരുടനും അതുപോലെ തന്നെ ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു. അവനിലുള്ള ഭൂതത്തെ യേശു പുറത്താക്കി അവന് സൗഖ്യം കൊടുത്തപ്പോൾ അവിടെ കൂടിയിരുന്ന പറഞ്ഞ വാക്കുകളാണ്, ഭൂതങ്ങളുടെ തലവനായ ബെയത്സബൂലിനെ കൊണ്ട് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ബെയത്സബൂൽ എന്ന് പറയുന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് പറവകളുടെ പ്രഭു എന്നാണ്. നമ്മൾ മനസ്സിലാക്കുക, സാത്താന് വളരെ സുസംഘടിതമായ ഒരു സാമ്രാജ്യമുണ്ട്. അപ്പോൾ യേശു പറഞ്ഞു, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അരികിൽ വന്നിരിക്കുന്നു. എന്നിട്ട് പറയുന്നതാണ്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നെടുക്കുവാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ബലവാൻ എന്ന് യേശു പറഞ്ഞത് പിശാചിനെ തന്നെയാണ്. പിശാചിനെ ബലവാൻ എന്നാണ് പറഞ്ഞത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. അപ്പൊ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന കാര്യം, പിശാചിന് വളരെ സുസംഘടിതമായ ഒരു സാമ്രാജ്യം അവനുണ്ട് എന്നുള്ളതാണ്. ഈ സാമ്രാജ്യത്തോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന് സ്തോത്രം, ഓരോ വിശ്വാസിയും അതിനെ തിരിച്ചറിയുക. അതിനെ നമുക്ക് എങ്ങനെ ജയിക്കുവാനായിട്ട് കഴിയും? അതാണ് ഈ ദിവസങ്ങളിൽ 2-3 ദിവസങ്ങളിലായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നത് പോലെ എപ്പിസോഡുകളിലൂടെ നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭാഗം ഇന്ന് നമ്മൾ പറയും. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചു മുമ്പ് ചില പ്രിയപ്പെട്ടവരൊക്കെ വിളിച്ചു പറഞ്ഞ കാര്യം, അവർ ഉപവസിക്കുമ്പോൾ, അവർ പ്രാർത്ഥിക്കുമ്പോൾ നേരിട്ട പ്രതിസന്ധികൾ. പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ യുദ്ധവുമായി ബന്ധപ്പെട്ട്, പോരാട്ടവുമായി ബന്ധപ്പെട്ട് ഉള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോശുവയുടെ നേതൃത്വത്തിലൊക്കെ 30-ലധികം, ഏകദേശം 32-33 രാജാക്കന്മാരെയാണ് യോശുവയെ പോലെയുള്ളവർ യുദ്ധം ചെയ്ത് കീഴടക്കി രാജ്യത്തിന്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്ത അവകാശമായിട്ട് കൊടുത്തത്. അപ്പോൾ അന്ന് ആക്ഷരികമായ യുദ്ധമുണ്ടായിരുന്നു. എന്നാൽ മനസ്സിലാക്കുക, ഇന്ന് പുതിയ നിയമ കാലഘട്ടത്തിൽ ഒരു വ്യക്തികളോട് നമുക്ക് യുദ്ധമില്ല. തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുത്. ഒരു വ്യക്തികളോട് നമുക്ക് യുദ്ധമില്ല. ഒരു ഭരണാധിപന്മാരോടും നമുക്ക് യുദ്ധമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് യുദ്ധമുള്ളത് പിശാചിനോടാണ്. പിശാചിനോട് യുദ്ധമുണ്ട് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് എതിർത്ത് നിൽക്കുക എന്നൊരു പദമാണ്. കാരണം കാൽവറി ക്രൂശിൽ ദൈവത്തിന് സ്തോത്രം, അവനെ യേശു ക്രിസ്തു നിരായുധനാക്കി സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കാൽവറി ക്രൂശിൽ യേശു കൊണ്ടാടിയ ആ ഒരു ജയത്തെ ഏറ്റെടുത്തുകൊണ്ട്, ആ വിജയത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവ പദ്ധതിയുടെ നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ ഭാഗമായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളെ ഒരു ദൈവപൈതൽ മനസ്സിലാക്കുക. അടുത്ത ദിവസങ്ങൾ ഇതിനെക്കുറിച്ച് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ 10-15 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കുവാൻ കഴിയാത്തത് കൊണ്ട് എങ്ങനെ നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയും? നമുക്കറിയാം, പ്രവാചകനായ ദാനിയേലിന്റെ പുസ്തകത്തിൽ
ദാനിയേൽ യഹൂദന്റെ ഭാവി അറിയുവാനായിട്ട് 9-10 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ താൻ ഉപവസിച്ചു, താൻ പ്രാർത്ഥിച്ചു. താൻ ഉപവസിച്ചതിന്റെ 1-ാമത്തെ ദിവസം തൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടതാണ്. പക്ഷേ ആ ഉപവാസത്തിന്റെ 21 ദിവസങ്ങൾ കഴിയേണ്ടതായി വന്നു ആ മറുപടി തൻ്റെ കൈകളിൽ എത്താൻ. എന്തുകൊണ്ടാണ്? തൻ്റെ മറുപടി തൻ്റെ കരങ്ങളിലേക്ക് എത്തുന്നത് തടയുവാനായി ചില ശക്തികൾ അവിടെ നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ മറുപടിയുമായിട്ട് വന്ന ഗബ്രിയേൽ ദൂതനെ പോലും തൻ്റെ മറുപടി തടഞ്ഞ് കൈകളിൽ എത്തിക്കാതെ പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുവനായ മീഖായേൽ സഹായിപ്പാൻ വന്നു എന്നാണ്. അപ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് പോലും തൻ്റെ മറുപടി തൻ്റെ കൈകളിൽ എത്താതെ ഇരുന്നത് ഒരു ശക്തി തന്നെ തടഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. എല്ലാ സമയവും നമ്മൾ മനസ്സിലാക്കുക, രണ്ട് ശക്തികൾ തമ്മിലുള്ള ഒരു വലിയൊരു എതിർപ്പിനെ നമ്മൾ തിരിച്ചറിയുക. ഞാനും നിങ്ങളുമൊക്കെ സുവിശേഷവുമായി ബന്ധപ്പെട്ട് ദൈവവചനവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ച് ആത്മാവിൽ ആരാധിച്ച് മുന്നേറുവാനായി ശ്രമിക്കുമ്പോൾ ആ മുന്നേറ്റത്തെ തടയുന്ന പലതുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ ഉപവസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. സഭയും അല്ലെങ്കിൽ കുടുംബങ്ങളുമൊക്കെ അനുഗ്രഹം പ്രാപിക്കും, ജനങ്ങൾ വിടുവിക്കപ്പെടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് രോഗികളാകുക, ഒരുപാട് അനുഭവങ്ങൾ പറയാനായിട്ടുണ്ട്. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എല്ലാം പറയാനുള്ള സമയമില്ല, പറയുന്നുമില്ല. ഒരു 7 ദിവസത്തെ സഭയിലെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ആ ഉപവാസം തുടങ്ങുന്നതിന് 3-4 ദിവസം മുമ്പ് ദൈവം എന്നെ ദർശനത്തിൽ കാണിച്ചു. വലിയ കാറ്റടിച്ച് ഞാൻ ഇരുന്ന ഒരു ബോട്ട് ഒരു തിരമാലയിൽപ്പെട്ട് കടലിൻ്റെ അകത്ത്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കെട്ടിക്കിടക്കുന്ന ഒരു ജലാശയത്തിൻ്റെ അകത്ത് ഇത് വട്ടം കറങ്ങിയാണ്. കറങ്ങി 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 ബോട്ട് മറിയാനായിട്ട് പോകുന്നു, പക്ഷെ മറിഞ്ഞില്ല. അത് വന്നൊരു കരയ്ക്ക് ഇടിച്ചു കയറുന്ന ഒരു കാഴ്ച. അങ്ങനെ അനുബന്ധമായിട്ട് 2-3 കാര്യങ്ങൾ ദൈവം വ്യക്തമായി കാണിച്ചു. അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചില്ല. അത് കഴിഞ്ഞാണ് 7 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥന സഭയിൽ തുടങ്ങുകയും അന്ന് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയമാണ്. ഉപവാസം തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിശക്തമായ തലവേദന. അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവർ നോക്കിയപ്പോൾ ഹൈ BP ആണ്. ഞങ്ങളോട് പറഞ്ഞ കോംപ്ലിക്കേഷനാണ്. അങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് തിരുവല്ല സായിപ്പിന്റെ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ മിഷനിലേക്ക് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട്. സാധനങ്ങളെല്ലാം വാരി നിറച്ച് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയില്ലെങ്കിൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് പോലും ആപത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് അവിടേക്ക് പോവുകയും അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തു. ഉപവാസ പ്രാർത്ഥന സഭയിൽ നടക്കുന്ന ആ പ്രാർത്ഥനകളൊക്കെ വലിയ അനുഗ്രഹവും വിടുതലുമായിരുന്നു. ഒരുപാട് പേരുടെ ജീവിതത്തിനകത്ത് ദൈവിക വിടുതലുകൾ നടന്നു. അന്നേരമൊന്നും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള കാര്യവിവരം നമുക്കില്ലായിരുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. സത്യത്തിൽ പ്രഗ്നൻസിയിൽ BP തുടങ്ങിയാൽ ഡോക്ടറിനോട് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ വരെ ആ BP നിൽക്കും. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ സൗഖ്യം ദൈവം. മറ്റൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ച് ദീർഘവർഷങ്ങളായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാതിരുന്ന ഒരു സഹോദരന് വേണ്ടി പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ ആ സഹോദരൻ വിടുവിക്കപ്പെട്ടു. പക്ഷെ ഞാൻ ഓടിച്ചിരുന്ന എൻ്റെ വണ്ടിയിൽ ഒരു പൾസറായിരുന്നു ബൈക്ക്. 7 മണിയായപ്പോൾ ഒരു പാമ്പ് അതിൻ്റെ വൈസറിൽ കൂടെ കയറി എൻ്റെ കയ്യെ കയറി ചുറ്റി. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ കുടുംബം വിടുവിക്കപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കുക, 2 രാജ്യങ്ങൾ തമ്മിലുള്ള വലിയൊരു എതിർപ്പിന്റെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. ഇതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യുവാനായിട്ട് കഴിയും? ആ കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിലെ വീഡിയോകളിൽ ബാക്കി കാര്യങ്ങൾ കൂടി ചിന്തിക്കും. ഇതിനെ വിജയകരമായിട്ട് ജയിക്കുവാനായിട്ട് നമുക്ക് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രതിരോധത്തിനായും ആക്രമണത്തിനുമായുള്ള ആയുധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കുകയും നമ്മുടെ ആത്മീക ജീവിതം അനുഗ്രഹമായി തീരുവാൻ, ശുശ്രൂഷകന്മാരാകട്ടെ, വ്യക്തിപരമായ ആത്മീക ജീവിതം നയിക്കുന്നവരാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് ഈ ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കൈകളെയും ഞങ്ങളുടെ വിരലുകളെയും ആമേൻ പോരുകൾക്ക് അഭ്യസിപ്പിക്കുന്ന ദൈവം തൻ്റെ ജനത്തിന് കർത്താവെ വലിയ ജയത്തെ ദൈവം നേടി ആമേൻ നൽകി കൊടുക്കണമേ. ആത്മീകമായി ദൈവജനം അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവെ ആത്മീക വർധനവും മുന്നേറ്റവും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുക യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. 1-2 ദിവസങ്ങൾ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ യാത്രയിലാണ്. വിളിക്കുന്ന ചിലപ്പോൾ കോളുകൾ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. ആ മെസ്സേജുകൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഒത്തിരി പേര് പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ
ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനകൾക്കൊക്കെ കർത്താവ് ഒന്നിച്ച് നമുക്ക് മറുപടി നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.